ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. എന്താണെങ്കിലും സന്ദീപിൻ്റെ ഈ തീരുമാനത്തിൻ്റെ പിന്നിലെ കാരണം എന്താണെന്ന് നമുക്ക് എത്രയും വേഗം തന്നെ കണ്ടുപിടിക്കണം. അല്ലാതെ നമ്മൾ അച്ഛനോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലെന്ന് അർച്ചന സച്ചിയോട് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് സന്ദീപിനെയാണ്. സന്ദീപിൻ്റെ ഫോണിലേക്ക് ആതിര വിളിക്കുന്നുണ്ടെങ്കിലും സന്ദീപ് കോൾ എടുക്കാതെ കട്ട് ചെയ്യുകയാണ്. തുടർന്ന് ആതിര അർച്ചനയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ചേച്ചി, സന്ദീപ് ഉണ്ടോ അവിടെ? ഞാൻ വിളിച്ചിട്ട് സന്ദീപ് കോൾ എടുക്കുന്നില്ല, കട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അനഘ ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന് പറയാൻ എന്നെ വിളിച്ചിരുന്നു. ഞാനപ്പോൾ അല്പം ദേഷ്യപ്പെട്ടാ സംസാരിച്ചത്. നമ്മുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാതെ എന്നെ വിളിക്കേണ്ടെന്നും ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. ചേച്ചി ഒന്ന് സംസാരിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവനോട് വിളിക്കാൻ പറയാമെന്ന് പറഞ്ഞ് അർച്ചന കോൾ കട്ട് ചെയ്യുകയാണ്. തുടർന്ന് അർച്ചന ചെന്ന് സന്ദീപിനോട് പറയുകയാണ്, ആതിര വിളിച്ചിരുന്നു, നിന്നോടൊന്ന് വിളിക്കാൻ പറഞ്ഞു. നിന്നെക്കുറിച്ചോർത്ത് നിന്നെ സ്നേഹിച്ച് കാത്തിരിക്കുന്ന ഒരാളാണത്. അതുകൊണ്ട് മനസാക്ഷിക്ക് നിരക്കാത്തൊന്നും ചെയ്യണ്ട. പറ്റുമെങ്കിൽ അവളെ ഒന്ന് വിളിക്കാൻ പറഞ്ഞുകൊണ്ട് അർച്ചന അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് സന്ദീപിൻ്റെ കോളിനായി കാത്തിരിക്കുന്ന ആതിരയെയാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ആതിരയുടെ ഫോണിലേക്ക് സന്ദീപ് വിളിക്കുന്നു. സന്ദീപിൻ്റെ കോള് കാണുമ്പോഴേ ആതിരയ്ക്ക് സന്തോഷമാകുന്നു. കോൾ എടുത്തയുടൻ തന്നെ ആതിര പറയുകയാണ്, സന്ദീപേ, നമ്മുടെ കാര്യം പറയാൻ വേണ്ടി ഞാൻ ഏട്ടത്തെയും ഏട്ടനെയും ഏർപ്പാടാക്കിയിട്ടുണ്ട്. നീ ഇനി അതിനെക്കുറിച്ചോർത്ത് ടെൻഷൻ ആകേണ്ട കാര്യമൊന്നുമില്ല. ആതിരെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ആതിര ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി മേലിൽ നീ എന്നെ വിളിക്കരുത്. എൻ്റെയും അനഘയുടെയും വിവാഹം ഉറപ്പിച്ചു. അനഘയെ വിവാഹം കഴിക്കാമെന്ന് ഞാൻ അച്ഛന് വാക്കും കൊടുത്തു. ഇത് കേൾക്കുന്ന ആതിര പൊട്ടിക്കരയുകയാണ്. ഇനി എൻ്റെ ജീവിതത്തിലേക്ക് ആതിര വരരുത്. ഫോണിൽ തുടങ്ങിയ ബന്ധം ഞാൻ ഫോണിൽ തന്നെ അവസാനിപ്പിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് സന്ദീപ് കോള് കട്ട് ചെയ്യുമ്പോൾ ആകെ തകർന്ന് പൊട്ടിക്കരയുകയാണ് ആതിര. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. മുഹൂർത്തം കുറിപ്പിക്കാനായി തിരുമേനിയെ വിളിപ്പിച്ചിരിക്കുകയാണ് സേതുമാധവൻ. അങ്ങനെ തിരുമേനി മുഹൂർത്തം നോക്കി പറയുകയാണ്, അടുത്ത വ്യാഴാഴ്ച ഒരാഴ്ചത്തെ സമയത്തിനുള്ളിൽ വിവാഹം നടക്കണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ മാസം 6-ാം തീയതിയല്ലേ, ഒരു ബുദ്ധിമുട്ടുമില്ലെന്ന് അവന്തിക പറയുന്നു. അതുപോലെ സന്ദീപ് എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ഏത് തീയതിയാണെങ്കിലും എനിക്ക് സമ്മതമാണെന്ന് സന്ദീപ് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് മുറിയിലേക്ക് പോകുന്ന അർച്ചന ആതിരയെ വിളിക്കുന്നതാണ്. മോളെ, നീ പറഞ്ഞതുപോലെ അവന് നിന്നോട് ചെറിയ പിണക്കമുണ്ടായിരുന്നു, അതാ കോൾ എടുക്കാതിരുന്നതെന്ന് അർച്ചന പറയുമ്പോൾ ആതിര ചോദിക്കുകയാണ്, അതുകൊണ്ടാണോ അവൻ അനഘയുമൊത്തുള്ള വിവാഹത്തിന് സമ്മതിച്ചത്? ഫോണിൽ തുടങ്ങിയ ബന്ധം ഫോണിലൂടെ തന്നെ അവസാനിപ്പിക്കുന്നു എന്ന് അവൻ പറഞ്ഞത്. ഇനി മേലിൽ അവൻ്റെ ജീവിതത്തിൽ ഇടപെടരുതെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് കേൾക്കുന്ന അർച്ചന ആകെ ഞെട്ടി നിൽക്കുകയാണ്. തുടർന്ന് ആതിരയെ പറഞ്ഞ് സമാധാനപ്പെടുത്തുന്നു. എന്താണെങ്കിലും സന്ദീപ് ഒന്നും പറയാതെ നമുക്കൊന്നും ചെയ്യാനാകില്ല. സന്ദീപ് ഭയക്കുന്ന എന്തോ ഉണ്ട്. അത് പക്ഷേ അവന്തികയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തോ ഒരു കാരണമുണ്ട്. അത് ഞങ്ങൾ എന്താണെങ്കിലും കണ്ടുപിടിക്കും. നീ സമാധാനമായിട്ടിരിക്കാൻ പറഞ്ഞുകൊണ്ട് അർച്ചന കോള് കട്ട് ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് അവന്തികയും അനഘയുമാണ്. എന്നാലും ഇത്രയും പെട്ടെന്ന് മുഹൂർത്തം കുറിക്കുമെന്നൊന്നും ഞാൻ കരുതിയില്ല. ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും ദോഷങ്ങളൊക്കെ പറയുമെന്നാ. എന്ന് അനഘ പറയുമ്പോൾ അവന്തിക പറയുകയാണ്, ദോഷം പറഞ്ഞേനെ, പക്ഷേ ജാതകത്തിലെ ചെറിയൊരു തിരുത്ത് ഞാൻ നടത്തി, അതുകൊണ്ടാ. എന്നാലും ചേച്ചി അവനെ ഭീഷണിപ്പെടുത്തുകയോ മറ്റോ ചെയ്തിരുന്നോ എന്ന് അനഘ ചോദിക്കുമ്പോൾ അവന്തിക പറയുകയാണ്, ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്താ കാര്യമെന്ന് എനിക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. പിന്നെ നിങ്ങളുടെ കല്യാണക്കുറി കിട്ടിയിട്ടുണ്ട്, നീ മുറിയിലേക്ക് വാ, കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവന്തിക പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അനഘ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.